പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2ാം ക്ലാസ് അറബിക്ക് വാർഷിക പരീക്ഷ ചോദ്യപേപ്പറും അതിൻ്റെ മുഴുവൻ ഉത്തരങ്ങളാണ് കേട്ടോ സാർ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. 5 പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ എന്താ? വിനീതും കൂട്ടുകാരും വരച്ച ചിത്രം നോക്കൂ. എത്ര മനോഹരമായ പൂക്കൾ! നമുക്കതിന് നിറം നൽകി ഭംഗിയാക്കാം. ഏതെങ്കിലും നിറം കൊടുത്താൽ പോരാ, ഓരോ നിറത്തിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടില്ലേ? അസറക്, അസറക് അല്ലേ, നീല നിറം. അപ്പൊ ഈ പൂവിന് നല്ല നീല നിറം കൊടുക്കണം. ഏതുപോലെ? വേണ്ട, സാർ ഇവിടെ കൊടുത്ത് കാണിച്ചു തരാം. വേണ്ട, നീല, ഇങ്ങനെ നീല നിറം അടിക്കുന്നതിന്. ഓക്കെ, അടുത്തത് ഏതാ? അസ്പറാണ്. അസ്പർ, അസ്പർ എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം. അപ്പൊ നമ്മൾ ഈ പൂവിന് നല്ല മഞ്ഞ നിറം കൊടുക്കണം കേട്ടോ. പിന്നെ ആരാ? അഹ്ലർ. അഹ്ലർ എന്ന് വെച്ചാൽ പച്ച അല്ലേ, പച്ച. അപ്പൊ പച്ച, പച്ച എടുക്കുക. നല്ല പച്ച ക്രയോൺസ് കൊണ്ട് ഈ പൂ എന്താണ് ഇലകളൊക്കെ പച്ച നിറം കൊടുക്കണം കേട്ടോ. പിന്നെ ഏതാ? പിന്നെ അഹ്മറാണ്, റെഡ്. അപ്പൊ റെഡ് എടുക്കണം. റെഡ് എടുത്തിട്ട് ഈ പൂവിന് നല്ല റെഡ് നിറം ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് മക്കളുടെ ഒന്നാമത്തെ പ്രവർത്തനം. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ എന്താ? വിനീതിന് അധ്യാപിക ചില ചിത്രങ്ങൾ കൊടുത്തു. അവ നോക്കി വാചകങ്ങൾ പൂർത്തിയാക്കാൻ നമുക്ക് അവനെ സഹായിക്കാം കേട്ടോ. എന്താണ്? ഹയ്യാ നക്തുബ്, നമുക്ക് എഴുതാം എന്നാ. എന്താണ്? നമുക്ക് എഴുതാം എന്നാണ്. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ഇവിടെ ആദ്യം എന്താ? ഒരു വീടാ അല്ലേ? എന്താ ഇവിടെ എഴുതിയിട്ടുള്ളത്? നല്ലിഫ് എന്ന് എഴുതിയിട്ടുണ്ട്. നല്ലിഫ്, നല്ലിഫ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കണം. എന്ത് വൃത്തിയാക്കണം? നല്ലിഫിൽ ബൈത്ത. എങ്ങനെ എഴുതണം? നല്ലിഫിൽ ബൈത്ത എന്ന് എഴുതണം. എഴുതില്ലേ? അടുത്തത് ഇവിടെ എന്താണിത്? ഇത് പാത്രമാണ്. അപ്പൊ നല്ലിഫിൽ ഇനാ, ഇനാ, പാത്രം വൃത്തിയാക്കണം. ഓക്കെ, അടുത്തതോ നാവാണ് അല്ലേ? നാവിന് നമ്മൾ എന്താ പറയുക? ലിസാൻ എന്നാ പറയുക. എന്താണ്? ലിസാൻ. അപ്പൊ നല്ലിഫിൽ ലിസാന. എങ്ങനെ പറയണം? നല്ലിഫിൽ ലിസാന. പിന്നെയുണ്ടല്ലോ ഖമീസ്. ഖമീസിന്റെ പേര് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വൃത്തിയാക്കണം എന്നുള്ള വാക്ക് എഴുതണം. അതിനെന്താ പറഞ്ഞപ്പോൾ? നല്ലിഫ്. എന്താണ്? നല്ലിഫ്. റെഡിയല്ലേ? അടുത്ത ഇവിടെ എന്താ? പല്ലാണ്. പല്ല് വൃത്തിയാക്കണ്ടേ? നല്ലിഫിൽ അസ്നാന. നല്ലിഫിൽ അസ്നാന. റെഡിയല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കാം. വിനീതിന് ക്ലാസ് ടീച്ചർ നൽകിയ ID കാർഡ് കണ്ടില്ലേ? നമുക്കും സ്വന്തം ID കാർഡ് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പൊ ഇതില് സ്കൂളിന്റെ പേരുണ്ട്, വിനീതിന്റെ പേരുണ്ട്, വിനീതിന്റെ ക്ലാസ് ഉണ്ട്, വിനീതിന്റെ ഫസിൽ ഏതാ ഡിവിഷൻ ഉണ്ട്, വിനീതിന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. നിങ്ങളും അതുപോലെ ചെയ്യണം. ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം? ഇസ്മുൽ മദ്രസ അൽ മദ്രസത്തുൽ ഹുക്കൂമിയ അൽ ഇബ്തിദായിയ. ഇവിടെ തിരൂർ എന്നാണ്. അപ്പൊ നിങ്ങളുടെ സ്ഥലം ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. ഇസ്മു ദാരിസ്, നിങ്ങളുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ക്ലാസ് ഏതാ? നിങ്ങളെല്ലാവരും 2ാം ക്ലാസ് അല്ലേ? അപ്പൊ നമ്മള് അസാനി എന്നിടണം. ഫസിൽ നിങ്ങൾ ഏതാ? A ആണോ B ആണോ ഏതാന്ന് വെച്ചാൽ അതിടാം. താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത് ഇടാം കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എവിടെ കൊടുത്തിട്ടില്ലേ? ഇതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാം. ഓക്കെ, ഇനി 4ാമത്തെ പ്രവർത്തനം. സ്കൂളിൽ പോകുന്ന വഴിയിൽ വിനീത് തന്റെ പിതാവിന്റെ കൂട്ടുകാരൻ ഹബീബിനെ കണ്ടു. ആരെ കണ്ട്? ഹബീബിനെ. അവർ പരസ്പരം സംസാരിച്ചു. എന്തൊക്കെയാണ് സംസാരിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ വിനീത് എന്തോ പറഞ്ഞു. സബാഹൽ ഖൈർ എന്നാ വിനീത് പറഞ്ഞത്. അപ്പൊ ഹബീബ് എന്ത് പറഞ്ഞിട്ടുണ്ടാകും? സബാഹൽ ഖൈർ പറഞ്ഞ എന്ത് മറുപടി പറയണം? സബാഹന്നൂർ. എന്ത് പറയണം? സബാഹന്നൂർ. അപ്പൊ ഹബീബ് ഹൈഫൽ ഹാൽ എന്ന് ചോദിച്ചു. ഹൈഫൽ ഹാൽ എന്ന് പറഞ്ഞാൽ വിനീത് എന്ത് മറുപടി പറയുന്നുണ്ടാവും? സൈൻ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ വെറും അൽഹംദുലില്ലാ എന്ന് പറയും. ഓക്കെ, ക്വൈസ്, സൈൻ എന്നൊക്കെ പറയാം. ഇല എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഹബീബ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഹബീബ് എന്ത് പറയും? ഹബീബ് സ്കൂളിലേക്കായിരിക്കും അല്ലേ? ഇലൽ മദ്രസ എന്ന് പറയാം. എങ്ങനെ പറയാം? ഇലൽ മദ്രസ, സ്കൂളിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് കേട്ടോ.
ഇലൽ ബൈത്ത് എന്ത് വേണമെങ്കിൽ പറയാം. ചോദിച്ചു ഫി ഐ സഫിൻ അൻതി, ഏത് ക്ലാസ്സിലാ നീ? വിനീത് പറഞ്ഞു എഴുതി 2ാം ക്ലാസ്സിലല്ലേ. അപ്പോ അസാനി എന്താണ്? അസാനി. ശുക്രൻ. അടുത്തത് അഫുവൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനം. ഹയ്യ, വിനീത് ദിവസവും അവന്റെ തോട്ടത്തിൽ ചെന്നിരിക്കും. അവിടെ പലതരം കാഴ്ചകളുണ്ട്. കൗതുകത്തോടെ കൂട്ടുകാർ ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ട് പാടി. ആ കാഴ്ചകൾ കണ്ടിട്ട് ഒരു പാട്ട് പാടി. എന്താ പാടിയത്? ഇവിടെ ആരാത്? ഇത് ഖുഫാഷ് അല്ലേ? ജസാബുൻ ജസാബുൻ അൽ ഖുഫാഷു ജസാബുൻ. അപ്പൊ അടുത്തതോ? ജമീലുൻ ജമീലുൻ. ഇതാരാണ്? ഇത് ബബ്ഗ ആണല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? അൽ ബബ്ഗാഉ ജമീലുൻ, അൽ ബബ്ഗാഉ ജമീലുൻ. പിന്നെന്താ? ലസീദുൻ ലസീദുൻ. എന്താണിത്? തുഫാഹ്. അപ്പൊ അത്തുഫാഹു ലസീദുൻ. ഓക്കെ, അത്തുഫാഹു ലസീദുൻ. പിന്നാരാ? ഇതെന്താ? റുമ്മാൻ. അപ്പൊ അഹ്മറുൻ അഹ്മറുൻ. എങ്ങനെ വരിക? റുമ്മാന്റെ കളർ ഏതാ? അഹ്മറുൻ അഹ്മറുൻ. അറുമാനു അഹ്മറുൻ, അറുമാനു അഹ്മറുൻ. പിന്നെ ആരത്? ഇത് സിഞ്ചാബാണല്ലേ, അണ്ണൻ. ജസാബുൻ ജസാബുൻ, അസിഞ്ചാബു ജസാബുൻ. ഓക്കെയല്ലോ മക്കളെ? അസിഞ്ചാബു ജസാബുൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രവർത്തനം. എല്ലാത്തിനും ഉത്തരം എഴുതിണ്ടാവൂലേ? എഴുതിണ്ടാവൂലേ? ചാല. അപ്പൊ എല്ലാവരും അവരുടെ മാർക്ക് എത്രയാണെന്ന് കമന്റ് ചെയ്യോ? കമന്റ് ചെയ്യണം കേട്ടോ. ചാല, നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ 3ാം ക്ലാസ്സിലെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. അടുത്ത വർഷം നിങ്ങൾ 3ാം ക്ലാസ് അല്ലേ? അപ്പൊ 3-ല് 3rd സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. ഒരു പ്ലേ ലിസ്റ്റ് ഈ ചാനലിലുണ്ട്. അത് പോയി കാണണം മക്കൾ. ഓക്കെ, അതില് 3ന്റെ എല്ലാ ക്ലാസ്സുകളുണ്ട്. അതിൽ ചോദ്യപേപ്പറുണ്ട്, മറ്റു ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എല്ലാം പോയി കാണണം കേട്ടോ. നമുക്ക് വീണ്ടും കാണാം അടുത്ത വർഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.